എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വൈഭവ് സൂര്യവംശി എന്ന 14 വയസ്സുകാരൻ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ബൌളർമാരെ നിലം പരിശാക്കി ബൗണ്ടറികളും സിക്സറുകളും പറത്തി ഈ യുവതാരം തന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ വെറും 100 പന്തിൽ നിന്ന് ഒരു തകർപ്പൻ ഇരട്ട സെഞ്ചുറിയാണ് വൈഭവ് അടിച്ചെടുത്തത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പ് വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും തമ്മിൽ കമ്പയർ ചെയ്താൽ ആരാണ് കൂടുതൽ അപകടകാരിയായ ബാറ്റ്സ്മാൻ എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്തിടെ ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ സീനിയർ ടീം ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തുകയായിരുന്നു. ഈ പരമ്പരയിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ അഭാവം ഇന്ത്യൻ ടീമിന് വലിയ തിരിച്ചടിയായിരുന്നു. ഓപ്പണിംഗിൽ യശസ്വി ജയ്സ്വാളിന്റെയും ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനവും അത്ര മികച്ചതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനാകാൻ കഴിവുള്ള ഒരു താരമെത്തിയിരിക്കുന്നു. 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. BCCI ഈ യുവപ്രതിഭയ്ക്ക് സീനിയർ ടീമിൽ അവസരം നൽകിയതിനു പിന്നാലെ ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ദിവസം തന്നെ വൈഭവ് കാഴ്ചവെച്ച പ്രകടനം രാജ്യം മുഴുവൻ ആഹ്ലാദത്തിൽ ആഴ്ത്തി. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിച്ച് ബാറ്റിംഗിന് അനുകൂലമായിരുന്നെങ്കിലും ഇംഗ്ലീഷ് ബൌളർമാരായ ഷോയിബ് ബഷീറും ജാമി ഓവർട്ടണും ആദ്യ ഓവറുകളിൽ അപകടകരമായ ബൌളിംഗ് കാഴ്ചവെച്ചു. വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. ആദ്യ 5 ഓവറുകളിൽ ഇരുവരും ശ്രദ്ധയോടെ കളിച്ച് 22 റൺസ് നേടി. എന്നാൽ വൈഭവിന് അധികനേരം പിടിച്ചു നിൽക്കാനുള്ള ശീലമുണ്ടായിരുന്നില്ല. 6ാം ഓവറിൽ ഷോയിബ് ബഷീറിന്റെ പന്തിൽ വൈഭവ് ഒരു കവർ ഡ്രൈവ് സിക്സർ പറത്തി. അടുത്ത പന്തിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെയും ഒരു സിക്സർ. അവിടെ നിന്ന് വൈഭവിന്റെ കൊടുങ്കാറ്റ് ആരംഭിക്കുകയായിരുന്നു. പക്ഷേ 11ാം ഓവറിൽ യശസ്വി ജയ്സ്വാൾ വിക്കറ്റ് നഷ്ടപ്പെടുത്തി. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ 1 വിക്കറ്റ് നഷ്ടത്തിൽ 46 റൺസ് ആയിരുന്നു. ജയ്സ്വാളിന്റെ പുറത്താകലിന് ശേഷം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ക്രീസിലെത്തി. എന്നാൽ ശുഭ്മാനും അധികനേരം പിടിച്ചുനിന്നില്ല. 23 റൺസ് നേടി നിൽക്കെ ജോഷ് ടങ്കിന്റെ പന്തിൽ ശുഭ്മാൻ പുറത്തായി. ഇന്ത്യയുടെ സ്കോർ 2 വിക്കറ്റ് നഷ്ടത്തിൽ 88 റൺസ്. മറുവശത്ത് വൈഭവ് സൂര്യവംശിയുടെ ബാറ്റ് തീപാറുകയായിരുന്നു. 38 പന്തിൽ നിന്ന് വൈഭവ് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. സ്റ്റേഡിയം കരഘോഷത്താൽ മുഖരിതമായി. സ്പിന്നർ ഷോയിബ് ബഷീറിനെ ലക്ഷ്യമിട്ട് വൈഭവ് 1 ഓവറിൽ 2 സിക്സറുകളും ഒരു 4ഉം പറത്തി. 58 പന്തിൽ നിന്ന് വൈഭവ് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയായിരുന്നു ഇത്. സെഞ്ചുറി പൂർത്തിയാക്കിയതോടെ വൈഭവ് കൂടുതൽ ആക്രമണകാരിയായി. ഒരിക്കൽ ലോങ് ഓണിന് മുകളിലൂടെയും പിന്നീട് ലെഗ് സൈഡിലൂടെ ഫ്ലിക്ക് ചെയ്തും വൈഭവ് ബൗണ്ടറികൾ വാരിക്കൂട്ടി. ഇംഗ്ലീഷ് ബൌളർമാർക്ക് വൈഭവിനെ പിടിച്ചു നിർക്കാൻ കഴിഞ്ഞില്ല. 80 പന്തിൽ നിന്ന് വൈഭവ് 150 റൺസ് എന്ന നേട്ടത്തിലെത്തി. ഇതിനിടെ ശുഭ്മാൻ പുറത്തായതിനു ശേഷം വന്ന KL രാഹുലും 35 റൺസ് നേടി പുറത്തായി. ഇന്ത്യയുടെ സ്കോർ 3 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ്. പിന്നീട് ഋഷഭ് പന്ത് ക്രീസിലെത്തി. വൈഭവും പന്തും ചേർന്ന് ഇംഗ്ലീഷ് ബൌളർമാരെ കടന്നാക്രമിക്കാൻ തുടങ്ങി. വെറും 100 പന്തിൽ നിന്ന് വൈഭവ് 200 റൺസ് പൂർത്തിയാക്കി. 25 ഫോറുകളും 12 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഈ ഇരട്ട സെഞ്ചുറി. 14 വയസ്സുകാരനായ ഈ കുട്ടി സീനിയർ ബൌളർമാരെ ഇങ്ങനെ പ്രഹരിക്കുന്നത് കണ്ട് സ്റ്റേഡിയത്തിലുള്ള എല്ലാവരും അമ്പരന്നു. അതിനുശേഷവും വൈഭവ് സൂര്യവംശിയുടെ ബാറ്റ് നിന്നില്ല. 130 പന്തിൽ നിന്ന് 30 ഫോറുകളും 15 സിക്സറുകളും സഹിതം വൈഭവ് 260 റൺസ് അടിച്ചുകൂട്ടി. ഒടുവിൽ 260 റൺസിൽ നിൽക്കെ റിട്ടയർഡ് ഹേർട്ടായി വൈഭവിന് പവലിയനിലേക്ക് മടങ്ങേണ്ടി വന്നു. ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 430 റൺസ് നേടിയിരുന്നു. ഋഷഭ് പന്ത് 65 റൺസോടെയും സർഫറാസ് ഖാൻ 25 റൺസോടെയും പുറത്താകാതെ നിന്നു. വൈഭവ് സൂര്യവംശിയുടെ ഈ ഇന്നിംഗ്സ് ഇംഗ്ലണ്ട് ടീമിനെ മാത്രമല്ല ലോക ക്രിക്കറ്റിനെ ഒന്നാകെ ഞെട്ടിച്ചു. സച്ചിൻ ടെണ്ടുൽക്കറുടെ ടെക്നിക്കും വിരാട് കോഹ്ലിയുടെ ആത്മവിശ്വാസവും രോഹിത് ശർമ്മയുടെ ആക്രമണോത്സുകതയും വൈഭവിന്റെ ബാറ്റിംഗിൽ പ്രകടമായിരുന്നു. പ്രായം വെറും ഒരു അക്കം മാത്രമാണെന്ന് വൈഭവ് തെളിയിച്ചു. അദ്ദേഹത്തിന്റെ ടെക്നിക്, ഷോട്ട് സെലക്ഷൻ, ആത്മവിശ്വാസം എന്നിവ കണ്ടപ്പോൾ എല്ലാവരും വൈഭവിന്റെ ആരാധകരായി മാറി. വൈഭവിന്റെ ഈ ബാറ്റിംഗ് പ്രകടനത്തിന് നിങ്ങൾ 10ൽ എത്ര മാർക്ക് നൽകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ